സ്വാതി ഒന്ന് സമ്മതം മൂളിയാ മതി. നമുക്ക് അവളെ എല്ലാ സൗകര്യങ്ങളോടും കൂടി മറ്റൊരിടത്ത് താമസിപ്പിക്കാം. സ്വാതി, ഇവിടെ അമ്മ തുടർന്നാൽ അവളുടെ കഴുത്തിൽ താലി കിട്ടിയത് ഞാനാണെന്നുള്ള തോന്നൽ അവൾക്ക് കൂടി കൂടി വരികയുള്ളൂ. അതെ, അമ്മുന്റെ ആ തോന്നലാ പ്രശ്നം. അങ്ങനെ കരുതി ജീവിക്കുന്ന അവളെ മറ്റൊരു സ്ഥലത്ത് താമസിപ്പിച്ച അവള് കൂടുതൽ വിഷമിക്കല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ മനസ്സ് നേരെ ആവാനാ? സഞ്ജു അത് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ഇനി അവളെ ഇവിടെ താമസിപ്പിക്കാനാണോ നിന്റെ തീരുമാനം? അതാ നല്ലത്. സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വിശ്വസിച്ചോട്ടെ. ചികിത്സ തുടരുമ്പോ എല്ലാം നോർമലാവും. ക്രമേണ ആ തോന്നൽ അമ്മുന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാവും. അതിന് നമ്മുടെ സ്നേഹവും പരിഗണനയാണ് ആവശ്യം, അല്ലാതെ അവളെ ഇവിടെ ഒറ്റപ്പെടുത്തുകയല്ല. സ്വാതി, ഞാൻ പറയുന്നത്... വേണ്ട, ഒന്നും പറയണ്ട. അത് മതി. സഞ്ജു തന്നെ ഒന്ന് ആലോചിച്ച്. ഞാൻ സഞ്ജുവിനെ ഒരുപാട് സ്നേഹിക്കുമ്പോ എന്നെ ഒറ്റപ്പെടുത്തിയ ഒരു സ്ഥലത്താക്കിയ എനിക്കവിടെ കഴിയാൻ പറ്റുമോ? അതെനിക്ക് ആലോചിക്കാനേ പറ്റില്ല. പിന്നെയാണോ എന്റെ അമ്മു? സ്വാതിയെ പോലെയാണോ അമ്മു? അല്ലല്ലോ. അതെ, എനിക്ക് എന്റെ അമ്മു എന്നെക്കാൾ പ്രധാനമാ. അതെ, അമ്മു ഇവിടെ എന്നോടൊപ്പം നിൽക്കട്ടെ, ചികിത്സയും നടക്കട്ടെ. ക്രമേണ സഞ്ജു അല്ല അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന ബോധം നമുക്ക് അമ്മൂല ഉണ്ടാക്കിയെടുക്കാം. അമ്മുവാ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതുപോലെ ഞാൻ അവളെയും എന്റെ പഴയ അമ്മുവാക്കും. അതെന്റെ കടമയാ. സഞ്ജു അല്ല അവളുടെ കഴുത്തിലെ താലി കെട്ടിയെന്ന ബോധം അവളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് അവളുടെ വിവാഹ ആൽബോ മറ്റു ഫോട്ടോസോ കണ്ടെത്തിയാൽ മതി. അതിനെന്താ വേണ്ടത്? അതാ നമ്മൾ ചെയ്യേണ്ടത്. അതിന് സഞ്ജു എന്നെ സഹായിക്കണം. ചിലപ്പോ നമുക്ക് അമ്മ ജനിച്ചു വളർന്ന നാട്ടിൽ പോവേണ്ടി വരും. അവളുമായി ബന്ധപ്പെട്ട ആ പഴയ ആൾക്കാരെ കണ്ട് സംസാരിക്കേണ്ടി വരും. എന്റെ അമ്മു, അവള് വീണ്ടും എന്നെ പഴയതിനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ അനിയത്തി ആവണം. ഇനി എന്റെ ശ്രമം മുഴുവൻ അതിനു വേണ്ടിയാ. എന്റെ അമ്മുനെ എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നതിനെ പറ്റി ഇനി ആരും എന്നോട് പറയരുത്. അതെനിക്കിഷ്ടമല്ല. ഈശ്വര, ഇതാകെ കുഴഞ്ഞൊരു പ്രശ്നമാവല്ലോ. കല്യാണ ആൽബം കണ്ടെത്തിയ വലിയ അപകടത്തിലേക്കാണല്ലോ ഈശ്വര പോകുന്നത്.